പീരിമേട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 20 വർഷമായി നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുവാൻ LDF സ്ഥാനാർത്ഥി കെ സലീംകുമാറിന്റെ വിജയം അനിവാര്യമാണെന്ന് മുൻ MLA ES ബിജിമോൾ പറഞ്ഞു. കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അതിന്റെ ഭാഗമായി പീരിമേട്ടിലും LDFന് വിജയമുണ്ടാകുമെന്നും അവർ പറഞ്ഞു. പീരിമേട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ നടത്തിവെച്ചിട്ടുള്ള കഴിഞ്ഞ 20 വർഷക്കാലമായി നമ്മൾ നടത്തിവെച്ചിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും ബാക്കിയാണ്. നമ്മൾ ആരംഭിച്ചതും വാഴോത്സവം ഏതാണ്ട് വളരെ അപ്രതീക്ഷിതമായി അവസാനിപ്പിച്ചതുമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാകേണ്ടത് സഖാവ് സലീംകുമാർ വഴിയാണ്. ഒരു വലിയ സ്വപ്നമാണ് ഞാനും നിങ്ങളും കാണുന്ന ഒരു വലിയ സ്വപ്നം. അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വലിയ ദൗത്യമാണ് സഖാവ് സലീംകുമാറിന് നിക്ഷിപ്തമായിട്ടുള്ളത്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ 2 ഘട്ട പ്രചരണ പരിപാടികൾ ഇപ്പോൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയോജക മണ്ഡലം പര്യടന ജാഥകൾ ഉണ്ടായിരുന്ന പര്യടന ജാഥകൾ 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കടകളും ഒക്കെ കാണുന്ന ഒരു നടപടിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി LDF സ്ഥാനാർത്ഥി കെ സലീംകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വോട്ട് അഭ്യർത്ഥിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വണ്ടിപ്പെരിയാറിൽ എത്തുമെന്നും അവർ അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ പൂർത്തിയാക്കുവാൻ ഇടത് MLA തന്നെ വേണമെന്നും ബിജിമോൾ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉറപ്പാണെന്നും അതിന്റെ കരുത്ത് പീരിമേട്ടിലും പ്രതിഫലിക്കുമെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ LDF സ്ഥാനാർത്ഥി കെ സലീംകുമാർ, മുൻ MLA ES ബിജിമോൾ, നേതാക്കളായ R തിലകൻ, VR ശശി എന്നിവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, പീരിമേട്.